ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ അദൃശ്യകരങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുനർജന്മത്തെപ്പറ്റി ഇപ്പോഴും ഈ കാലഘട്ടത്തിലും വളരെയേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് സത്യമാണോ സാങ്കല്പികമാണോ എന്നൊന്നും ഇപ്പോഴും തെളിയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഈ ലോകത്ത്, അതായത് നമ്മുടെ ഇന്ത്യയിൽ അവിശ്വസനീയമായൊരു പുനർജന്മ കഥ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? എന്നാൽ അത്തരമൊരു കാര്യം നമ്മുടെ ഈ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. ഗവേഷകർക്ക് പോലും അതിൻ്റെ സത്യം എന്താണെന്ന് ഇപ്പോഴും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഹൈന്ദവ ബുദ്ധമത പ്രകാരം മോക്ഷം കിട്ടാത്ത ആത്മാക്കളാണ് പുനർജനിക്കുക എന്നാണ് പറയുന്നത്. അത്തരമൊരു കഥ ഡൽഹിയിലുണ്ടായിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് കേൾക്കാം. 1926 ഡിസംബറിൽ ഡൽഹിയിലെ ഒരു ചെറു പട്ടണത്തിലാണ് ശാന്തി ദേവി ജനിച്ചത്. ശാന്തി ദേവിക്ക് 4 വയസ്സായതിനു ശേഷമാണ് അവരുടെ ജീവിതം ഗതി മാറാൻ തുടങ്ങിയത്. തൻ്റെ വീട് മധുരയിലാണെന്ന് ശാന്തി ദേവി മാതാപിതാക്കളോട് നിരന്തരം പറഞ്ഞിരുന്നു. ആദ്യമെല്ലാം ശാന്തി ദേവിയുടെ വാക്കുകൾ കുഞ്ഞു മനസ്സിലെ തോന്നലാണെന്ന് മാതാപിതാക്കൾ വിചാരിച്ചു. എന്നാൽ അവൾ വളരുന്നതിനനുസരിച്ച് ശാന്തി ദേവി അത് ഉറപ്പിച്ച് പറഞ്ഞു തുടങ്ങി. സ്കൂളിലെത്തുമ്പോൾ തൻ്റെ വീട് മധുരയിലാണെന്നും തനിക്ക് ഭർത്താവും ഒരു കുഞ്ഞുമുണ്ടെന്ന് ശാന്തി ദേവി നിരന്തരം സുഹൃത്തുക്കളോടും മറ്റും പറഞ്ഞിരുന്നത് അധ്യാപകർ ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ മാതാപിതാക്കളെ അംഗീകരിക്കാൻ ശാന്തി ദേവിക്ക് വളരെയേറെ പ്രയാസമായിരുന്നു. തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും തനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ നാമം ലുബ്ഡി ബായി എന്നുമാണ് എന്ന് ശാന്തി ദേവി പറഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ പേര് കേദാർനാഥ് ചൗബെ എന്നുമാണെന്നും താൻ പ്രസവ ശസ്ത്രക്രിയ കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടുവെന്നും ശാന്തി ദേവി പറഞ്ഞു. കുട്ടി മനസ്സിൽ തോന്നിയ ഓരോ കാര്യങ്ങളാണ് പറയുന്നതെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും താൻ മധുരയിൽ കഴിച്ചിരുന്ന ഭക്ഷണത്തെക്കുറിച്ചും താൻ മധുരയിൽ ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ചും ശാന്തി ദേവി നിരന്തരം പറഞ്ഞിരുന്നു. പതിയെ പതിയെ ഇത് നിരന്തരമായി പറഞ്ഞു തുടങ്ങിയതോടെ ശാന്തി ദേവിയുടെ മാതാപിതാക്കൾക്ക് വളരെ ഭയമായി തുടങ്ങി. അവർ അവളെ ഒരു ഡോക്ടറുടെ മുൻപിലേക്ക് എത്തിച്ചു. ഡോക്ടർ അവളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ തനിക്ക് പ്രസവത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റേതുണ്ടായ ആകാംക്ഷയെപ്പറ്റിയും ഉത്കണ്ഠകളെപ്പറ്റിയും അവൾ കൃത്യമായി പറഞ്ഞതോടെ ഡോക്ടർക്കും അത്ഭുതം തോന്നി തുടങ്ങി. തനിക്ക് മധുരയിലേക്ക് പോകണമെന്ന് ശാന്തി ദേവി നിരന്തരം മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇതൊരു തരത്തിലും നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ 1-2 പ്രാവശ്യം ശാന്തി ദേവി മാതാപിതാക്കളിൽ നിന്ന് നാട് വിട്ട് മധുരയിലേക്ക് പോകാൻ ശ്രമവും നടത്തിയിരുന്നു. പെട്ടെന്ന് തന്നെ ശാന്തി ദേവിയുടെ ഈ കഥ നാട്ടിലും വീട്ടുകാർക്കുമിടയിലും ഒരു ചർച്ചാ വിഷയമായി മാറി. അങ്ങനെ പതിയെ ഈ കഥ മഹാത്മാഗാന്ധിജിയുടെ ചെവിയിലും എത്തിച്ചേർന്നു. അദ്ദേഹം ചരിത്രത്തിലാദ്യമായി പുനർജന്മക്കഥ അന്വേഷിക്കുവാൻ വേണ്ടി ഒരു 15 അംഗ സംഘത്തെ ഏർപ്പെടുത്തി. മാധ്യമപ്രവർത്തകരും ഗവേഷകരും മതവിശ്വാസികളും ഈ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു. ശാന്തി ദേവി പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നത് കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഡൽഹിയിൽ നിന്ന് ഏകദേശം 145 കിലോമീറ്ററോളം മാറിയാണ് മധുര സ്ഥിതി ചെയ്യുന്നത്. ശാന്തി ദേവിയുടെ മാതാപിതാക്കൾ ഒരിക്കൽ പോലും മധുര സന്ദർശിച്ചിട്ട് പോലുമില്ല. ശാന്തി ദേവിയുടെ പുനർജന്മകഥ വെറും കെട്ടുകഥയാണ് എന്ന് തെളിയിക്കാൻ പലരും ഇത് ഒരു അവസരമായി കണ്ടു. സ്വീഡനിൽ നിന്നെത്തിയ സ്റ്റൂർ ലോൺസ്ട്രാഡ് എന്ന ആളും അത്തരത്തിലൊരാളായിരുന്നു. പക്ഷേ വിശദമായ പഠനങ്ങൾക്ക് ശേഷം അദ്ദേഹവും തോൽവി സമ്മതിക്കുകയായിരുന്നു. ശാന്തി ദേവി തൻ്റെ ഭർത്താവിൻ്റെ നാമം ഉറക്കെ ഉച്ചരിക്കാറില്ലായിരുന്നു. മധുരയിലെ ആചാരപ്രകാരം ഭർത്താവിൻ്റെ നാമം ഉറക്കെ ഭാര്യമാർ ഉച്ചരിക്കാൻ പാടില്ല എന്നായിരുന്നു ശാന്തി ദേവി പറഞ്ഞിരുന്നത്. തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ശാന്തി ദേവി അതീവ സന്തോഷവതിയായിരുന്നു.
അവൾ തൻ്റെ അമ്മയോടും ബന്ധുക്കളോടും തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും തൻ്റെ വീട്ടിലെ കാര്യങ്ങളും നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ശാന്തിദേവി നൽകിയ വിലാസത്തിലൂടെ അവർ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. മധുരയിലെ ചതുർഭുജിൻ്റെ മകളായി 1902 ലുഗ്ഡി ജനിക്കുന്നത്. ലുഗ്ഡിയുടെ 10ാം വയസ്സിൽ അതേ പ്രദേശത്തുള്ള തുണിക്കച്ചവടം നടത്തുന്ന കേദാർനാഥുമായി വിവാഹം നടത്തി. കേദാർനാഥിൻ്റെ 2ാം വിവാഹമായിരുന്നു അത്. ലുഗ്ഡിയുടെ ആദ്യ പ്രസവത്തിലെ കുഞ്ഞ് മരിച്ചിരുന്നു. ലുഗ്ഡി 2ാമതും ഗർഭിണിയായപ്പോൾ കേദാർനാഥ് അവളെ ആശുപത്രിയിലെത്തിച്ചു. ശസ്ത്രക്രിയയിലൂടെയാണ് ലുഗ്ഡി 2ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നത്. അവിടെ നിന്ന് ഏകദേശം 10 ദിവസത്തിനുള്ളിൽ ലുഗ്ഡി മരണപ്പെട്ടുപോയി. ലുഗ്ഡിയുടെ മരണത്തിന് ശേഷം ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് ശാന്തിദേവി ജനിക്കുന്നത്. ശാന്തിദേവിയുടെ ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് കേദാർനാഥിൻ്റെ ഒരു ബന്ധു ശാന്തിദേവിയെ കാണാനായി എത്തി. അദ്ദേഹത്തെ കണ്ടതും ശാന്തിദേവി അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അല്പനേരം സംസാരിച്ചതിന് ശേഷം ഇത് ലുഗ്ഡിയുടെ പുനർജന്മമാണെന്ന് അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞു. അദ്ദേഹം തിരിച്ചുപോയി കേദാർനാഥുമായി ശാന്തിദേവിയുടെ വീട്ടിലേക്ക് തിരികെ വന്നു. ശാന്തിദേവിയോട് കേദാർനാഥിൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞാണ് അവർ പരിചയപ്പെടുത്തിയത്. എന്നാൽ തൻ്റെ ഭർത്താവിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ശാന്തിദേവി തിരിച്ചറിഞ്ഞിരുന്നു. കൂടാതെ തൻ്റെ മകനെയും ശാന്തിദേവി തിരിച്ചറിഞ്ഞിരുന്നു. വെറും 10 ദിവസം മാത്രം കണ്ട് പരിചയമുള്ള കുഞ്ഞിനെ നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോൾ ശാന്തിദേവി പറഞ്ഞത് അവൻ എൻ്റെ ആത്മാവിൻ്റെ ഭാഗമാണ് എന്നായിരുന്നു. ലുഗ്ഡിക്ക് മരണക്കിടക്കയിൽ വെച്ച് കേദാർനാഥ് താൻ ഇനിയൊരിക്കലും മറ്റൊരു വിവാഹം കഴിക്കില്ല എന്ന് വാക്ക് നൽകിയിരുന്നു. എന്നാൽ ശാന്തിദേവിയെ കാണാൻ വന്നപ്പോൾ കേദാർനാഥ് 3ാമതൊരു വിവാഹം കൂടി കഴിച്ചു എന്ന് ശാന്തിദേവി അറിഞ്ഞപ്പോൾ അത് കേദാർനാഥിനോട് അവൾ ചോദ്യം ചെയ്തു. കേദാർനാഥ് മകനും തിരികെ മധുരയിലേക്ക് പോയതിനു ശേഷം 15-അംഗ സംഘം ശാന്തിദേവിയുമായി മധുരയിലേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ച് മധുരയിൽ മാത്രം കിട്ടുന്ന പലഹാരങ്ങളെപ്പറ്റിയും അവിടുത്തെ വാക്കുകളെപ്പറ്റിയും നിസ്സാരമായി ശാന്തിദേവി സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു നിന്നുപോയി. മധുരയിൽ തൻ്റെ വീട്ടിലെത്തിയ ശാന്തിദേവി തൻ്റെ മുറിയെല്ലാം വളരെ കൃത്യമായി പരിശോധിക്കുന്നതും തൻ്റെ മുറിയിലെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവിടെ താൻ സ്ഥിരമായി പൈസ വയ്ക്കുന്ന സ്ഥലവും ശാന്തിദേവി അവർക്ക് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ശാന്തിദേവി ലുഗ്ഡിയുടെ മാതാവിനെയും പിതാവിനെയും കാണുകയുണ്ടായി. ആ കാഴ്ച വളരെ വികാരഭരിതമായിരുന്നു. എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ 15-അംഗ സംഘം പുനർജന്മം തന്നെയാണ് ഇത് എന്ന് വിധിയെഴുതി. ശാന്തിദേവി കേദാർനാഥിനൊപ്പം പോകണമെന്ന് വാശി പിടിച്ചെങ്കിലും വീട്ടുകാർ അതിന് സമ്മതിച്ചില്ല. തുടർന്ന് അവിവാഹിതയായി ജീവിച്ച ശാന്തിദേവി 1987 ഡിസംബറിൽ മരണമടഞ്ഞു. ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത അനുഭവമായി വരുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.